ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അധിക ആളുകൾക്കും എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അവർ ഇറങ്ങി തിരിച്ച് അതിൽ പോയി കൈ പൊള്ളിയതിന് ശേഷം മാത്രം അറിയാത്ത കുട്ടി ചൊറിയുമ്പോൾ അറിയുമെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, ഇതേ അവസ്ഥയിലുള്ളൊരു സംഗതിയാണ്, ഒരു കൺസെപ്റ്റാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളിത് മുഴുവനായിട്ട് കേൾക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഈ ബിസിനസ്സിലേക്ക് ജസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പലരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒറ്റയടിക്ക് വാരി പിടിക്കാനായിട്ട് തോന്നും. ലാസ്റ്റ് കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഞാൻ വിശദീകരിക്കുക എന്താണെന്നുള്ളത്. അതായത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് എല്ലാവരെയും എനിക്ക് കസ്റ്റമേഴ്സായിട്ട് വേണമെന്ന് കരുതി എല്ലാ സെഗ്മെൻറ്റിലും പോയി കൈവെക്കും. ലാസ്റ്റ് ഒരു കസ്റ്റമറെയും തൃപ്തിപ്പെടുത്താൻ പറ്റാതെ ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഉദാഹരണം, നിങ്ങളൊരു ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങിയാണെന്ന് വിചാരിക്കുക. ഓൺലൈനിലായിക്കോട്ടെ, ഓൺലൈനിലൊരു ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങിയാണ്. പലരും ചെയ്യണ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്, അതിലെല്ലാം പോയി പിടിക്കാനായിട്ട് നോക്കും. സ്ത്രീകളുടെ കുർത്തീസ്, അതേപോലെ ചുരിദാർ, നെയ്റ്റി, ചെറിയ കുട്ടികൾക്കുള്ള ഉടുപ്പ്, ടീഷർട്ട്, ഫോർമൽ ഡ്രസ്സ്, ജീൻസ്, ഇതെല്ലാം ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ഷോപ്പിംഗ് മാൾ സെറ്റപ്പിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവരിത് അധിക പേരും ഇങ്ങനെ ചെയ്യണതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിലും നമ്മൾ കൈവയ്ക്കുകയാണെങ്കിൽ എല്ലാവരെയും നമുക്ക് കസ്റ്റമേഴ്സായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ സെയിലും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഊഹത്തിൻ്റെ ബേസിലുള്ള തീരുമാനമാണിത്. ഇതിന് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇവരുടെ ഊഹം മാത്രമാണ് ഇവർ റിലേ ചെയ്യുന്ന സംഗതി. ഇവരുടെ ഊഹത്തിന് പുറത്ത് ഒരു തെളിവ് ഇതിനില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മെച്ചപ്പെടും എന്നുള്ളത്. എന്നാൽ ഇവരുടെ അടുത്ത് ക്യാപിറ്റൽ എന്തോരം ഉണ്ട്. ബിസിനസ് തുടങ്ങാൻ നേരത്തെ എന്ത് ക്യാപിറ്റലും മുടക്കിയിട്ടാണ് ഇവർ തുടങ്ങുന്നതെന്ന് വെച്ചാൽ വളരെ ചെറിയ നിസ്സാര എമൗണ്ട് മാത്രമാണ് മുടക്കാനുള്ളൂ. അങ്ങനെ ഒരാളെ എല്ലാ കാറ്റഗറിയും പിടിക്കാൻ പോയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ ഒന്നുമില്ല, കസ്റ്റമർ വരാൻ നേരത്തെ ഒന്നിനും വേണ്ടത്ര കളക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു കസ്റ്റമറെ നമുക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അത് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എടുത്ത സ്റ്റോക്ക് അവിടെ ഡെഡ് സ്റ്റോക്ക് ആയിട്ടിരിക്കും. കാരണം ആരെയും കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. എന്നാൽ അതേസമയം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങണം. ഓൺലൈനിലൊരു ബ്രാൻഡ് എന്തും ആയിക്കോട്ടെ, പുറത്തും ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് പിടിക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ഫോർമൽ ഷർട്ടിൻ്റെ ബ്രാൻഡ്, അവിടെ നിൽക്കുക. ആ ഫോർമൽ ഷർട്ടിൻ്റെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് പതുക്കെ ആയിരിക്കണം നിങ്ങൾ ഓരോ സെഗ്മെൻറ്റിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. എല്ലാം കൂടി നമ്മൾ എടുത്ത് പിടിക്കാനായിട്ട് നോക്കരുത്. ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല ക്യാപിറ്റൽ വേണ്ടതായിട്ട് വരും. അതാണ് ഒന്നാമത്തെ പ്രശ്നം, എല്ലാം പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നം. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സ് നമ്മളെ സീരിയസ് ആയിട്ട് കാണില്ല. നമ്മളുടെ ബ്രാൻഡിനെ, നമ്മുടെ ആ സ്ഥാപനത്തിന് സീരിയസ് ആയിട്ട് എടുക്കില്ല. കാരണം ഇവരെല്ലാത്തിലും കൈവച്ചേക്കുകയാണ്, എല്ലാ മേഖലയിലും കൈവച്ചേക്കണോണ്ട് നമ്മൾ ഒരു സീരിയസ് ആയിട്ട് എടുക്കില്ല. അതായത് കസ്റ്റമേഴ്സിൻ്റെ ബ്രെയിനിൽ നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബ്രാൻഡ് എന്താണ് അല്ലെങ്കിൽ ആ സ്ഥാപനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് അങ്ങ് രജിസ്റ്റേർഡ് ആവില്ല. അതാണല്ലോ ബ്രാൻഡിൻ്റെ മെയിൻ ഇത്. ആ ബ്രാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത് വിൽക്കുന്ന ബ്രാൻഡ്. ഇപ്പോൾ കാഷിയോ എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലേക്ക് ഓടി വരാം. ചിലപ്പോൾ കാഷിയോയുടെ G-Shock വാച്ചായിരിക്കും. പതുക്കെ ആയിരിക്കണം നമ്മൾ ഇതാക്കേണ്ടത്, ഓരോ മേഖലയിലേക്ക് കയറേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു പുറത്തൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ് പിടിക്കുക. ആകെ ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമാണ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കണത്. അതിൻ്റെ അകത്ത് എല്ലാ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊരു ബ്രാൻഡ് പോലെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിനെ പതുക്കെ എക്സ്പാൻഡ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചെറിയൊരു സെഗ്മെൻറ്റ് മാത്രം പിടിക്കുക. കുട്ടികളുടെ ഉടുപ്പാണെങ്കിൽ കുട്ടികളുടെ ഉടുപ്പ് മാത്രം. അവിടെ ആണുങ്ങളുടെ ജെൻസിൻ്റെ ഫോർമൽ ഷർട്ടും ജീൻസും ഒന്നും കൊണ്ടുവന്ന് വെച്ചേക്കരുത്. കുട്ടികളായിട്ട് വന്നത് അച്ഛന്മാരാണല്ലോ, അപ്പോൾ അവർ കാണുമ്പോൾ വാങ്ങാൻ സാധ്യതയുണ്ടല്ലോ എന്നല്ല. നിങ്ങളൊരു ബ്രാൻഡാണ്, എല്ലാത്തിലും പോയി കൈവെക്കേണ്ട ആളുകളല്ല. നോ പറയാൻ നമ്മൾ പഠിക്കണം. നോ പറയുമ്പോൾ നമ്മൾ പവർഫുൾ ആവുകയാണ്. ഇപ്പം ഞങ്ങൾ ഇന്നതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്, ഞങ്ങളുടെ അടുത്ത് ആ പ്രൊഡക്റ്റ് ഇല്ല എന്ന് പറയാൻ നേരത്തെ ഈവൻ ആ റോങ് കസ്റ്റമറുടെ തലയിൽ പോലും നമ്മുടെ ബ്രാൻഡ് എന്താണെന്നുള്ളത് രജിസ്റ്ററായി. ഇനി രണ്ടാമത്, ഇത് എല്ലാം വാരി പിടിക്കാനായിട്ട് നോക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരസ്യം കൊടുക്കാൻ നേരത്ത് കസ്റ്റമേഴ്സിന് ഇതെന്താ സംഗതി എന്നുള്ളത് ക്ലിയർ ആവില്ല. പ്രത്യേകിച്ച് ചില സർവീസ് ബിസിനസ്സുകളിലെല്ലാം അവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം സർവീസുകളും ഇവർ ചെയ്യുന്നുണ്ട്. ആകാശത്തിന് താഴെയുള്ള എന്തൊക്കെ സർവീസുകളുണ്ടോ അതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർ ലോഗോ, ലൈസൻസ്, അതേപോലെ തന്നെ എല്ലാ സംഗതികളും, മാർക്കറ്റിംഗ്, അങ്ങനെ സകലമാന സംഗതികളും കാർഡടിച്ച് വെടിവെക്കാനായിട്ട് നോക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടാലൻസിനെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും.
അതായത് ഒരുപാട് ഓവർ ഹെഡ് ബിസിനസ്സിന് വരും. നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല പല മേഖലയിലുള്ള ടാലൻസിനെ നിങ്ങൾ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. ബിസിനസ്സിൻ്റെ ഓവർ ഹെഡ് കൂട്ടും, എക്സ്പെൻസ് കൂടാൻ നേരത്ത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയും. കാരണം എല്ലാത്തിൽ നിന്നും കുറേശ്ശെ ഓർഡറുകളാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും തൊട്ട് ഒഴിവാക്കാനും പറ്റാത്തൊരവസ്ഥയാവും. എല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്യണം, അവസാനം ലാഭമൊന്നും ഇല്ലാത്തതായിട്ട് നമുക്ക് വരും. അന്ന് ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ കുറച്ച് ടാലൻസ് മാത്രം മതി. നമുക്ക് കുറഞ്ഞ ഓവർ ഹെഡിൽ നമുക്ക് അതിനെ സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റും, കൂടുതൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ സിമ്പിളാക്കി വെക്കാന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റത് നിങ്ങളുടെ ഊഹത്തിൻ്റെ തുടക്ക സമയത്ത് ഉണ്ടാവുന്ന ഒരു ഊഹം മാത്രമാണ്. എല്ലാം പിടിക്കാൻ നേരത്ത് എല്ലാവരെയും എനിക്ക് കസ്റ്റമറായിട്ട് കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്ത. ഇനി ചില ആളുകൾ ഇത് ചെയ്യണതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ബ്രാൻഡുകളുണ്ട്, ഇവരുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരിക്കും, വലിയ ബ്രാൻഡുകൾ ഇത് ഓൾറെഡി ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ എനിക്ക് ചെയ്താൽ എന്താണെന്നുള്ളതാണ്. ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് അല്ല ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനീൻ്റെയോ ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ അടുത്തുള്ളത്. അവർ വർഷങ്ങളായിട്ട് ബിസിനസ്സിലുള്ള ആളുകളാണ്. വലിയ റിസോഴ്സുകൾ അവർക്കുണ്ട്, ഹ്യൂമൻ റിസോഴ്സും അതേപോലെ മണി ക്യാപിറ്റൽ എല്ലാം അവരുടെ അടുത്തുണ്ട്. അങ്ങനെ ഒരു കമ്പനി ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയിലാവും. ഇനി അത്തരം കമ്പനികളൊക്കെ ഇതിലേക്ക് ഇറങ്ങിയത് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തുടക്ക സമയത്ത് ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ആമസോൺ ലോകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ആമസോൺ സ്റ്റാർട്ട് ചെയ്തത് ബുക്സുകൾ സെല്ല് ചെയ്തുകൊണ്ടാണ്. ഇന്നത്തെ ആമസോണിൽ കയറി കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാം ഉണ്ട്, A to Z കാര്യങ്ങൾ നമുക്കതിൽ കിട്ടും. ആ ആമസോണെ ഇന്ന് നമ്മൾ കോപ്പി ചെയ്യേണ്ടത് ഇന്നത്തെ ആമസോൺ എന്താണെന്ന് നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. അവർ തുടങ്ങിയത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ബുക്സ് മാത്രം, എന്നിട്ട് പതുക്കെ CD മറ്റു കാര്യങ്ങൾ അതിനോട് അനുബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരോ നീഷുകൾ പിടിച്ച് പോവാണ്. ബുക്സ്, CD, അത് കഴിഞ്ഞിട്ട് പതുക്കെ കുറച്ചും കൂടി എളുപ്പമുള്ള ചിലപ്പോൾ ഡ്രസ്സിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ പതുക്കെയാണ് അവർ എക്സ്പാൻഡ് ചെയ്ത് വന്നേക്കുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്തതിന് ശേഷം. അപ്പോൾ ഇന്നൊരു ആമസോൺ നോക്കിയിട്ട് ഞാനൊരു ആമസോൺ ആവാൻ ഇറങ്ങാൻ പോവുകയാണ്, ഒരു ചില്ലറ ക്യാപിറ്റലുമായിട്ട് ഇറങ്ങാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലാവും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഒരുപാട് പേര് കാശ് നഷ്ടം വരുത്തുന്നുണ്ട്. ആമസോൺ പോലെ വരണം, ഫ്ലിപ്കാർട്ട് പോലെ വരണം, ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ ഉറച്ചു നിന്ന് അത് പതുക്കെ എക്സ്പാൻഡ് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത്. പിന്നെ പരസ്യം കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ട് നിങ്ങൾക്ക് വേസ്റ്റ് ആവും. നിങ്ങൾ പരസ്യം കൊടുക്കുകയാണ്, ഒരുപാട് പേര് നിങ്ങളെ വെറുതെ കോൺടാക്റ്റ് ചെയ്യും, ആരും ഒട്ടും വാങ്ങിക്കുകയില്ല. ഇത് വലിയൊരു പ്രോബ്ലമാണ്. ഇതിലേക്ക് ഇറങ്ങിയാലാണ് നിങ്ങൾക്ക് ഞാൻ എന്താ ഈ പറയണതെന്നുള്ളത് ശരിക്കും ക്ലിയർ ആവുള്ളൂ. തുടക്ക സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇതിലേക്ക് ഇറങ്ങാൻ നേരത്തെ നിങ്ങൾ ഓൺലൈനിൽ ഇപ്പോൾ ഉദാഹരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരസ്യം കൊടുത്തു, മാല കണക്ക് ഇങ്ങനെ ലോണ്ടറി ലിസ്റ്റ് പോലെ ഒരുപാട് സർവീസുകൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിൽ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകളുടെ ആകെ കാടടിച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള പരസ്യം കൊടുത്ത് എല്ലാവരും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ഓ, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അതുകൊണ്ടാണ് കോൺടാക്ട് ചെയ്തത്, സോറി എനിക്കിതല്ല വേണ്ടത്. കസ്റ്റമർ കൺഫ്യൂസ്ഡായി, കസ്റ്റമർക്ക് മനസ്സിലാവണില്ല നിങ്ങൾ എന്താ വിൽക്കണമെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് പരസ്യത്തിൻ്റെ കാശ് നിങ്ങൾക്ക് നഷ്ടമായി. അത് മാത്രമാണോ, നിങ്ങളുടെ സമയവും വേസ്റ്റായി. വെറുതെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാൻ സാധ്യതയില്ല എന്ന് നമുക്ക് 100% ഉറപ്പുള്ള ആളുകൾ പോലും നമ്മളെ കോൺടാക്ട് ചെയ്ത് വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. സമയം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണുള്ളൂ, നഷ്ടപ്പെട്ടാൽ തിരിച്ച് കിട്ടില്ല. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് നല്ല പ്രോസ്പെക്റ്റുകളെ നല്ല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ അവിടെ സെയിൽ നടന്നേനെ. അപ്പോൾ തുടക്ക സമയത്ത് നിങ്ങൾ ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും ബിസിനസ് സിമ്പിളാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും മുമ്പ് ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവരല്ല, ആദ്യമായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്നവരാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള സംഗതിയായിരിക്കും. അതും ഇതും മറ്റതും ഒക്കെ കൂടി പിടിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ല. ബിസിനസ്സിൻ്റെ ആ ഒരു സിസ്റ്റം, ബിസിനസ് എന്ന സിസ്റ്റം എങ്ങനെയാണ് റൺ ചെയ്യണമെന്ന് പഠിച്ചു വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എംപ്ലോയീസിനെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും, അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് കൂട്ടും. അങ്ങനെ എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ. വിമാനത്തിൽ നമ്മുടെ ഇങ്ങനെ വീർത്ത് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ അതുകൊണ്ടൊരു ഗുണമായിട്ട് ഇല്ലേം താനും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ വന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തൊട്ട് കൈ പൊള്ളിയതിന് ശേഷം പഠിക്കുന്നതിനേക്കാൾ ഫാർ ബെറ്ററാണ് ഇപ്പോഴേ തന്നെ അത് മനസ്സിലാക്കുന്നത്.
വലുതാവണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. പക്ഷെ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് പിടിച്ച് അതിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചെറിയ സെഗ്മെൻറ്റ് മാത്രം പിടിക്കാം. പുറത്തൊരു ഷോപ്പായിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എല്ലാം കൂടിയുള്ള ആകെ ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള റൂമിൽ നിങ്ങളൊരു ലുലു മാൾ തുടങ്ങാൻ നോക്കരുത്. ഒരു ചെറിയ സെഗ്മെൻറ്റിൽ നിൽക്കുക. ചെറിയ കുട്ടികളുടെ ഉടുപ്പിൻ്റെ ഡ്രസ്സിൻ്റെ ബ്രാൻഡാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ചെറുതായിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ അടുത്ത സിറ്റിയിലേക്ക് നിങ്ങൾ പതുക്കെ എക്സ്പാൻഡ് ചെയ്ത് വരാമെന്നുള്ളതാണ്. ഇനി അവിടെ വെച്ചിട്ട് നിങ്ങൾ ആകെ കൊളാക്കരുത്. അതിൽ കൊണ്ടുവന്ന് ഒരുപാട് മുണ്ടും ഷർട്ടും കാര്യങ്ങളും, കുട്ടികളുടെ ഉടുപ്പിൻ്റെ ബ്രാൻഡിൻ്റെ അകത്ത് എന്തിനാണ് മുണ്ടും ഷർട്ടും വെക്കുന്നത്? അതും ഇതും കിട്ടുമെന്നുള്ള ഈ ചിന്ത മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ പതുക്കെ വരാൻ നേരത്തെ ഒരു കസ്റ്റമർ ബേസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ രജിസ്റ്റേർഡ് ആവും, ഇവർ ഇന്ന ബ്രാൻഡാണ്, ഇത് ഇന്നതിൻ്റെ ബ്രാൻഡാണ് എന്നുള്ള. അതാണ് ഏറ്റവും കസ്റ്റമറുടെ മനസ്സിലൊരു പൊസിഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബ്രാൻഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ അതാണ്. എല്ലാത്തിലും ഇട്ട് പിടിക്കാൻ നേരത്ത് കസ്റ്റമർ ആകെ കൺഫ്യൂസ്ഡ് ആവും, ആ ഫോക്കസ് ആകെ ഷിഫ്റ്റ് ആവും. ഇങ്ങനെ ഇടത്തോട്ട് വലത്തോട്ട് ഇങ്ങനെ ഇംഗ്ലീഷുകാർ പറയണ പോലെ മൂവിങ് ടാർഗറ്റ് എന്ന് പറയും. ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്തൊരു മൂവിങ് ടാർഗറ്റാണ്. അതിനെ നമുക്ക് ഷൂട്ട് ചെയ്ത് താഴെ ഇടൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ ഉള്ള വേറൊരു പ്രശ്നമാണ്, നമ്മൾ റിസോഴ്സുകൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ സ്റ്റാഫിൻ്റെ സമയവും നിങ്ങളുടെ അടുത്തുള്ള മണി എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നിലും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു സേവനം കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതും ഒരു മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യുക. പിന്നെ അതോറിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഏതെങ്കിലും ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്കാണ് ഒരു അതോറിറ്റി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊരു വ്യക്തിയാണെങ്കിലും ഒരു ബ്രാൻഡാണെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്ത് നിന്നിട്ട് അത് ടാർഗറ്റ് ചെയ്ത് ആ കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയെടുക്കലാണ് കുറേ കൂടി എളുപ്പമായിട്ടുള്ളത്. ഒരുപാട് പേര് വന്ന് പെടുന്ന ഒരു ട്രാപ്പാണിത്. തുടക്ക സമയത്ത് തന്നെ എല്ലാം വാരി പിടിക്കാനായിട്ട് നോക്കി അവസാനം ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ വന്നെത്താന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യും. നിങ്ങളുടെ ആ ബിസിനസ് കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്കണമെന്ന് തോന്നാൻ നേരത്ത് ആകെ കുഴമ്പൻ ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് കിടക്കണേലും ഫാർ ബെറ്ററാണ്. ഒരുപാട് കസ്റ്റമർ വന്നു പോകണ്ടാവും, പക്ഷെ ആർക്കും നിങ്ങളുടെ ബ്രാൻഡിനെ പറ്റി ഒരു മതിപ്പ് ഉണ്ടാവില്ല. ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി ഡൈല്യൂട്ടായി പോകുക എന്ന് പറയും. അപ്പോൾ ആ ഐഡൻറ്റിറ്റി ആയി പോകാതിരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഡിമാൻഡ് ഇല്ലെങ്കിൽ മാത്രം വേറൊരു ഇതിലേക്ക് ചാടുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.